എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീർബഹൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ കുറച്ച് പോയിൻറ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ മാത്രമാണ്. ഓക്കെ, അതിൽ കുറച്ച് ചോദ്യങ്ങൾ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കാരണം SSLC എക്സാം വരാറായി, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ നോട്ട്സിലേക്ക് കടക്കാം. ഗൈസ്, നമ്മൾ നോട്ട്സിലേക്ക് കടക്കുകയാണ്. ഈ നോട്ട്സിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ബീർബഹൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ പാഠഭാഗ ലേഖക കോൻഹി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലേഖകൻ്റെ പേര് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്, പ്രഭാതാണ്. അത് മനസ്സിലാക്കിയെടുക്കുക. കിസ് വിധ കി രചന ഹേ, ഇതേ തരത്തിലുള്ള രചനയാണ്. കിസ് വിധ, ഏത് തരത്തിലുള്ള രചന. ഓക്കെ, കിസ് തരഹ് കി രചന എന്ന് വേണമെങ്കിലും ചോദിക്കാം. അത് കഹാനിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. ദെൻ അടുത്തത് ബീർബഹൂട്ടിയാം കി വിശേഷതായും ക്യാ ക്യാ ഹേ, ബീർബഹൂട്ടികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗ് മുലായം ഗദ്ബതി ഓർ ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ചുവന്നതും മൃദുലമായതും മിനുസമുള്ളതും ഓർ ധർത്തി പർ, ഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന രക്തത്തിൻ്റെ പ്രിയപ്പെട്ട തുള്ളികൾ എന്നതാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുലേര ജംഗ്ഷൻ കി വിശേഷതായും ക്യാ ക്യാ ഹേ, ഫുലേര ജംഗ്ഷൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥൽ രാജസ്ഥാൻ കെ ജയ്പൂർ കി നസ്ദീഖ്, രാജസ്ഥാനിലെ ജയ്പൂരിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഏത്, ഫുലേര ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫുലേര ജംഗ്ഷൻ കി വിശേഷതായും ക്യാ ക്യാ ഹേ, ഫുലേര ജംഗ്ഷൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ്. യഹ് സ്ഥൽ രാജസ്ഥാൻ കെ ജയ്പൂർ കി നസ്ദീഖ് ഹേ, അപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിന് നസ്ദീഖ്, ആസ്പാസ് എന്ന് പറയാം, സമീപ് എന്ന് പറയാം. അപ്പോൾ ജയ്പൂരിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. വഹാം സവാരി ഗാഡിയം ഓർ മാൽഗാഡിയും സേ ഭറാ ഹുവാ ഹേ, അവിടെ സവാരി ഗാഡികളും അതുപോലെ തന്നെ മാൽഗാഡികൾ, അതായത് നമ്മളെ ട്രക്കുകളൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ്. കസ്ബേ കി ഭാഗവുമേയും സൂനി തങ് ഗലിയാം, പട്ടണത്തിൻ്റെ ഓരോ ഭാഗത്തും എങ്ങനെയാണ്, നല്ല നിശബ്ദമായിട്ടുള്ള തെരുവുകളെ പറ്റിയിട്ടാണ് പറയുന്നത്, സൂനി തങ് ഗലിയാം എന്ന് പറയുമ്പോൾ. അടുത്ത പോയിൻ്റ് ഗലിയാമേ ഖാമോഷ് ഗഡെ ബിജലി കെ ഗംബെ, അപ്പോൾ ആ ഒരു തെരുവുകളിൽ ഖാമോഷ് ഗഡെ, നിശബ്ദമായിട്ട് നിൽക്കുന്ന ബിജലി കി ഗംബെ, ബിജലി കി ഗംബെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഇലക്ട്രിക് പോസ്റ്റുകളാണ്. ബിജലി കി ഗംബോം കെ ബീച്ച് ഗീഞ്ചി താരോം കി കഥാരയും, അതിൻ്റെ ഇടയിലൂടെ വലിച്ചു കെട്ടിയ താരോം കി കഥാരയും, അതായത് കമ്പികളുടെ ഒരു നിര തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇടയിലൂടെ വലിച്ചു കെട്ടിയ ഓരോ കമ്പികളാണ് പറയുന്നത്. ഗലിയോമേം ജഹാം ജഹാം തിക്കായി പടുത്തി മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫേരി വാലെ, അവിടെ ഒരു കച്ചവടക്കാരനെ കാണുന്നുണ്ട്. ഗലിയോമേ ജഹാം വഹാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു നല്ല മധുരമുള്ള ബെല്ലൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കച്ചവടക്കാരനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗലിമേം ചഹസാത്ത് ഗദോം കി ഗുരോം കി ടാപ്പോം കി ആവാസേ, ഗലിമേം ചഹസാത്ത്, ചഹ് എന്ന് പറയുമ്പോൾ 6 സാത്ത് എന്ന് പറയുമ്പോൾ 7. അപ്പോൾ 6-7 കഴുതകളുടെയും കുതിരകളുടെയൊക്കെ എന്താണ്, ഗുരോം കി ടാപ്പോം കി ആവാസയും, അതായത് കുളമ്പടി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇസ് ജാൻവറോം കെ പീച്ചെ ചൽത്തായേക്ക് ബദൻ ഉഖാടെ കുംഹാർ, ഇതിൻ്റെ പിന്നാലെ പോകുന്ന ശരീരം പകുതി മറച്ച അല്ലെങ്കിൽ പകുതി മാത്രമേ ഉടുത്തിട്ടുള്ള ഡ്രസ്സ്, മീൻസ് നമുക്ക് പറയുകയാണെങ്കിൽ മുണ്ട് മാത്രം ഉടുത്തിട്ടുള്ള അല്ലെങ്കിൽ അർദ്ധനഗ്നനായിട്ടുള്ള ഒരു വ്യക്തി അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആ ഫുലേര ജംഗ്ഷൻ്റെ സ്പെഷ്യാലിറ്റികൾ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യമാണ് വേ എക്ക് ദൂസരേക്ക് നസ്ദീക് രഹ്കർ ബിൽക്കുൽ സഡ്കർ ബീർബഹൂട്ടിയാം കോച്ച്തേ ദേ, വേ എക്ക് ദൂസരേക്ക് നസ്ദീക് രഹ്കർ, അപ്പോൾ എന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളുടെ നസ്ദീക്ക്, സമീപത്തിരുന്നു കൊണ്ട്, ബിൽക്കുൽ സഡ്കർ, പൂർണ്ണമായും ചേർന്നിരുന്നിട്ട്, ബീർബഹൂട്ടിയാം കോച്ച്തേ, ബീർബഹൂട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്കെ ആധാർ പർ വാർത്താലാപ് തയ്യാർ കരേ, അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വാർത്താലാപ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരാവുന്നതാണ്. അതിൽ പറയുന്നുണ്ട് ബേല സാഹിൽ ഇധറാവോ, സാഹിലിനോട് പറയാണ് സാഹിൽ ഇധറാവോ, ഇങ്ങോട്ട് വരാൻ പറയുകയാണ്. സാഹിൽ പറയുന്നുണ്ട് ക്യാ ബേല ക്യാ ഹുവ,
എന്താണ് ബേല, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ബേല പറയുകയാണ്, ദേക്കോ സാഹിൽ യഹ് ബീർബഹൂട്ടിയാംകോ, ആ ഒരു ബീർബഹൂട്ടികളെ നോക്കാൻ പറയുകയാണ്. സാഹിൽ, ഹാം ദേഖ്തി ഹൂം, ഞാൻ അവിടെ നോക്കുന്നുണ്ട്. യഹ് ബീർബഹൂട്ടിയാം തുമാര റിബൺ കാ ജൈസ ലാൽ ഹേ, ഈ ബീർബഹൂട്ടികൾ നിൻ്റെ റിബണിനെ പോലെ ചുവപ്പ് നിറമാണല്ലോ, അല്ലേ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ബേല, ഹാം മേനെ ബി ദേക്ക, ഞാനും കണ്ടിട്ടുണ്ട്. സാഹിൽ, തുമ്നെ കുറിച്ച് സുനാ ബേല, നീ വല്ലതും കേട്ടോ ബേല എന്ന് ചോദിക്കുകയാണ്. ബേല പറയുന്നുണ്ടോ, പഹ്ലി ഘണ്ടി ലഗ് ഗയി ഹി, അതായത് ആദ്യത്തെ ആ ഒരു ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ സാഹിൽ പറഞ്ഞു, തോ ചലോ, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. ബേല, മുജെ പെൻമേം സ്യാഹി ബർവാനി ഹേ, എനിക്ക് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്. ദുക്കാൻ സെ, കടയിൽ നിന്ന് മഷി നിറയ്ക്കണമെന്ന് പറയുകയാണ്. സാഹിൽ പറഞ്ഞു, ജൽദി ചലോ, ദുക്കാൻ സെ സ്യാഹി ബർ ദൂങ്ക, കടയിൽ നിന്നും എന്ത് ചെയ്യാം, ആ ഒരു മഷി നിറയ്ക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെറുതാണ്, പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആണ് കോൺവെർസേഷൻസ് ചോദിക്കുക, അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പെൻമേ കുച്ച് സ്യാഹി ബജീതി, പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. ഉസെ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, സാഹിൽ ഭൂമിയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. നൈ സ്യാഹി ഭർവാനെ കെളിയെ, പുതിയ ആ ഒരു അല്ലേ സ്യാഹി മീൻസ് മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ദോനം ദുക്കാൻ പർ പഹുഞ്ചെ, രണ്ടുപേരും കടയിലേക്ക് പോയി. ദോനോം കെ ബീച്ച് ആനെ വാലി വാർത്താലാബ് തയ്യാർ കരീം, രണ്ടുപേർക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ള വാർത്താലാബ് എന്തായിരിക്കാം. അപ്പോൾ കടക്കാരനും ബേലയും സാഹിലും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയെടുക്കുക, വാർത്താലാബ് എന്നതാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഇപ്പോൾ അത് സംവാദ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം വാർത്താലാബായിരുന്നു, പിന്നെ അത് ബാത്ചീത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അതിനുശേഷമാണ് ആ ഒരു സംവാദ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ദോനോം കെ ബീച്ച് ആനെ വാലി, വാർത്താലാബിന് പകരം സംവാദ് തയ്യാർ കരയും എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള വാർത്താലാപം എഴുതി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെയാണ് ഗണിത് മാട്സാബ് കി വിശേഷതായി. നമുക്കറിയാം അധ്യാപകൻ, കണക്ക് അധ്യാപകൻ്റെ സവിശേഷതകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ബച്ചോംകോ ഇധർ ഉധർ ഫെങ്തേതെ, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയുന്നൊരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ദെൻ ബച്ചോംകി അച്ഛിതരൻ ചാപ്പട്ട് മാർന്ന ലഗ്ത, കുട്ടികളെ നല്ലപോലെ തല്ലുന്നൊരു വ്യക്തിയായിരുന്നു. വഹ ഗണിത് കാ അധ്യാപകത, ഗണിത് മാട്സാബ് ആയിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഗണിത് മാട്സാബ് കി വിശേഷതായും ക്യാ ക്യാ ഹേ എന്ന് ചോദിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക, ഗണിത അധ്യാപകനുമായിട്ട് ബന്ധപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്കവിടെ, രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇനി അടുത്തൊരു ചോദ്യമാണ്, പാഞ്ച്വീം കക്ഷാക്ക റിസൾട്ട് ആകയ ദോനോം ചടീമേ ആകെ, 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു, ദോനോം ചടീമേ ആകയ, രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് എത്തി. സ്കൂൾ പാഞ്ച്വീം തക്ക് ഹീത, ഈ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഈസ് ഘടനയ്ക്ക് ആധാർ പർ, ഈ സംഭവത്തിനെ ആധാരമാക്കിക്കൊണ്ട് ബച്ചോം കെ ബീച്ച് ആനെ വാലെ വാർത്താലാപ് യ പടുക്കഥ തയ്യാർ കരെ, കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വാർത്താലാപം എഴുതാം, അല്ലെങ്കിൽ ഒരു പടുക്കഥയായിട്ട് എഴുതാൻ പറയാം. അപ്പോൾ പടുക്കഥയുടെ ഫോർമാറ്റും ഡയറിയുടെ ഫോർമാറ്റ്, പത്രത്തിൻ്റെ ഫോർമാറ്റ്, അതൊക്കെ ഞാൻ ഓരോ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോർമാറ്റ് കറക്റ്റ് പഠിക്കുക. പിന്നെ ആശയ ടിപ്പണി, ഇതിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത് ഞാൻ തരാം കേട്ടോ. ദെൻ ബാരിഷോം ആനേമേം 1.5 മഹീനെ ബാക്കിയത, മഴ പെയ്യാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ലേക്കിൻ യഹ് ബാരിഷോം കി പെഹലെ ബാരിഷ് കാ എക് ദിൻ താ, ഇത് മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇസ് കഥൻ സെ ആപ് ക്യാ സമझे, ഈ വരികൾ കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം അവിടെ ബേലയും സാഹിലും രണ്ടുപേരും 2 സ്കൂളിലേക്ക് പോവുകയാണ്. അവരുടെ ആ ഒരു വേർപാടിനെയാണ് കാണിക്കുന്നത്, അല്ലാണ്ട് മഴ പെയ്യുന്നതിനല്ല. അപ്പോൾ അവിടെ മനസ്സിലാക്കിയെടുക്കുക, യഹാം ബേല ഓർ സാഹിൽ കി ബിച്ചുടൻ കോ ലേഖക് പ്രകൃതി കി ദ്വാരാ വർണ്ണൻ കർത്തി ഹെ, ബേലയും സാഹിലിൻ്റെയും തമ്മിലുള്ള വേർപാടിനെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ വർണ്ണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ വേർപാടാണ് അവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ ആണ്, സാഹിൽ ഓർ ബേല 5വീं കക്ഷാ സെ ചടീമേ ആകയ, രണ്ടുപേരും 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് എത്തി. ബേല രാജകീയ കന്യാ പാഠശാല മേം ഓർ സാഹിൽ അജ്മേർ മേം, ബേല രാജകീയ കന്യാ പാഠശാലയിലും ഗേൾസ് സ്കൂളിലും ഓർ സാഹിൽ അജ്മേറിലും പോയിട്ടുണ്ടായിരുന്നു. ദോനോം എക്ക് ദൂസരേക്കോ പത്ര ലിഖ വഹ കൈസാ ഹോക, രണ്ടുപേരും പരസ്പരം ഒരു കത്തെഴുതുകയാണ്, അതെങ്ങനെയായിരിക്കാം എന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പത്രത്തിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അത് പറഞ്ഞു തരാം. അപ്പോൾ പത്രം എങ്ങനെ എഴുതുക എന്നുള്ള കൂടെ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള പത്രങ്ങളാണ് പറയുന്നത്. ഒന്ന് വ്യക്തിഗത പത്രവും അതുപോലെ തന്നെ നമ്മളെ ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററും. ഓക്കെ, അപ്പോൾ ഇവിടെ വേണ്ടത് വ്യക്തിഗത പത്രമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, പ്രിയ മിത്ര ഓർ സാത്തി എന്ന് കൊടുത്തിട്ടുണ്ട്, ദിനാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പാർട്ടായിട്ടാണ് ഇതിൽ എഴുതി വെക്കേണ്ടത്. ഫസ്റ്റ് വൺ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആജ് കാ ദിൻ അച്ഛാ ദിൻ ദ, ഈ ദിവസം നല്ല ദിവസമായിരുന്നു. ആ ദിവസത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ എഴുതേണ്ടത്. ആജ് കാ ദിൻ ബുരാ ദിൻ ദ, മോശം ദിവസമായിരുന്നു. ഓക്കെ, ആജ് സുഖദുഃഖ കി മിലൻ ദ, അന്ന് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്ന ദിവസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ ചാർലി ചാപ്ലിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിലും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുഖദുഃഖി മിലൻ, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കൂടിച്ചേരലാണെന്ന് പറയുന്നൊരു സെക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ആ വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കുക. പിന്നെ പാർട്ട് 2 നമ്മൾ വിഷയം കൊടുത്തിട്ടുണ്ട്, അത് എഴുതി വയ്ക്കുക. പിന്നെ പാർട്ട് 3 ഉസ് ദിനോ മുझे ഭൂൽ നഹീ സക്ത, ആ ദിവസങ്ങൾ എനിക്ക് മറക്കാൻ കഴിയുകയില്ല. അഗല രവിവാർ മേ ആപ്കോ മിൽനെ കെ ലിയെ ആയേഗ, അടുത്ത ദിവസം ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരും. ബഹുത് ഖുഷീസെ, ഒരുപാട് സന്തോഷത്തോടെ ആപ്കാ മിത്ര, പേരും കൊടുക്കുക. ഇത്രയാണ് അതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം. ഓക്കെ, ലാസ്റ്റ് വൺ സഹി മിലാൻ കരെ, പേജ് നമ്പർ 12 കൊടുത്തിരിക്കുന്നതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സാഹിൽ കി ആംഗേം, സാഹിലിൻ്റെ കണ്ണുകൾ എങ്ങനെയായിരുന്നു? ബീർബഹൂട്ടിക്ക് തരഹ് ലാൽ ഹോനെ ലഗ, ബീർബഹൂട്ടികളെ പോലെ ചുവപ്പാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കരച്ചിൽ വരികയാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ചൽത്തി ബീർബഹൂട്ടിയാം, അതുകൂടെ പോകുന്ന ബീർബഹൂട്ടികൾ രക്തത്തിൻ്റെ പ്രിയപ്പെട്ട തുള്ളികളായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് കവി. സാഹിൽ കി ആസു, സാഹിലിൻ്റെ കണ്ണുനീര്. ബാരിഷ് കി ബൂന്തേ, മഴയുടെ തുള്ളികളെ പോലെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സാഹിൽ കി ചോട്ട് ബീർബഹൂട്ടി കാ രംഗ്, സാഹിലിൻ്റെ ആ ഒരു മുറിവ് ബീർബഹൂട്ടികളുടെ നിറമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ ചെറിയ നോട്ട്സുകളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ എന്ത് സംശയങ്ങൾ വരികയാണെങ്കിലും ചാപ്റ്ററുമായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങൾക്ക് നമുക്ക് ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരു വട്ടം കൂടെ നമുക്ക് ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.